ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഈ 4 കളറ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ലൈൻസ് വരച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ഇഞ്ച് അകലത്തിലാണ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ താഴേക്കും വരച്ചു കൊടുക്കണം. താഴേക്ക് വരയ്ക്കുമ്പോൾ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര നീളത്തിലാണ് ഈ ഡിസൈൻ വേണ്ടത് അത്രയും നീളത്തിൽ നമുക്ക് ലൈൻസ് വരയ്ക്കാം. ഇതിപ്പം ക്ലോത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലൈൻസ് വരയ്ക്കാതെ പോയിൻറ്റ്സ് മാത്രം മാർക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ ലൈൻസിൽ വർക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈൻസിൽ മാത്രമാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലോത്തിലേക്ക് ഡയറക്റ്റ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അകത്ത് ലൈൻസ് വരച്ചാൽ മതി. ഇതിപ്പം പേപ്പറിലായതുകൊണ്ട് ഞാൻ 4 സൈഡിലും ലൈൻസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ട്രേസ് ചെയ്യുമ്പോൾ ഈ 4 സൈഡിലെ ലൈൻസ് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നില്ല. ഇതുപോലെ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ലൈൻസ് വരച്ചെടുക്കണം. ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത്. ഫ്ലവേഴ്സ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 സൈഡിലുള്ള ലൈൻസ് ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് മായ്ച്ച് കളയാം. ഈ കോർണറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഈ ഓരോ ലൈൻസ് വരുന്ന ഈ കോർണർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ 4 സൈഡിലുള്ള ലൈൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നമുക്ക് മായ്ച്ച് കളഞ്ഞിട്ട് ഡിസൈൻ ട്രേസ് ചെയ്യാം. പിന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സെൻറ്ററിലെ 3 ഒരു കളറും സൈഡിലെ 4 വേറൊരു കളറും ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഈ ലൈൻസ് എല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ റോസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ റോസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ 2 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്.
ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ലീവ്സ് ആണ് ചെയ്യുന്നത്. ലീവ്സ് ചെയ്യാനായിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു ഫ്രോക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ഡിസൈൻ്റെ നീളം കൂട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് സാരിയുടെ ബോർഡറിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡിസൈനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം.